ഹലോ നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ എങ്ങനെ CSSൽ ബട്ടൺ ചേർത്ത് കൊടുക്കാം എന്നതിനെക്കുറിച്ചാണ് സംസാരിച്ചത്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് CSS ഉപയോഗിച്ച് ബോർഡർ ഇമേജ് ചേർത്ത് കൊടുക്കാം എന്നതിനാണ്. നമ്മൾ എങ്ങനെയാണ് ബോർഡർ ചേർത്ത് കൊടുക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ നമുക്ക് ബോർഡറിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇമേജും ചേർത്ത് കൊടുക്കാം. അപ്പോൾ എങ്ങനെ നമുക്ക് ബോർഡർ ഇമേജ് ചേർത്ത് കൊടുക്കാം എന്നതിനെക്കുറിച്ചാണ്. ബോർഡർ ഇമേജ് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബോർഡർ ഇമേജ് സോഴ്സ്, അതേപോലെ തന്നെ ബോർഡർ ഇമേജ് സ്ലൈസ്, അതേപോലെ തന്നെ ബോർഡർ ഇമേജ് വിഡ്ത്ത്, ബോർഡർ ഇമേജ് റിപ്പീറ്റ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മളിതിനെ ബോർഡർ ചേർത്ത് കൊടുക്കുമ്പോൾ അതിൽ ഉപയോഗിക്കുന്ന CSS പ്രോപ്പർട്ടീസ്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ നമുക്ക് ബോർഡർ ഇമേജ് ഉപയോഗിച്ചിട്ട് നമുക്ക് 2 എക്സാമ്പിൾ ചെയ്ത് നോക്കാം. അതിലെ ആദ്യത്തെ എക്സാമ്പിൾ നമുക്ക് ഇവിടെ ഒന്ന് ചെയ്ത് നോക്കാം. ആദ്യം തന്നെ നമ്മൾ സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ HTML പേജ് തുടങ്ങുകയാണ്. HTML എന്ന് ചേർത്തു. അതിനുശേഷം നമുക്ക് CSS ചേർത്ത് കൊടുക്കാൻ വേണ്ടി സ്റ്റൈൽ എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് ശേഷം ഞാൻ ഇതിൻ്റെ ഉള്ളിലൊരു 3 പാരഗ്രാഫ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ പാരഗ്രാഫിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബോർഡർ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പാരഗ്രാഫിൻ്റെ ടാഗ് എല്ലാവർക്കും അറിയാം, P എന്ന ടാഗാണ്. ഓക്കെ, ഈ പാരഗ്രാഫിന് നമ്മളൊരു ID ചേർത്ത് കൊടുക്കുന്നു. ID അല്ലെങ്കിൽ നമുക്ക് ക്ലാസ് എന്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമുക്ക് ക്ലാസ് എന്ന് ചേർത്ത് കൊടുക്കാം. ഞാൻ ക്ലാസ് A എന്ന് ചേർത്ത് കൊടുത്തു. ഇതിന് ഞാൻ ഒരു ടെക്സ്റ്റ് നമുക്ക് എന്താണോ വേണ്ടത് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഓക്കെ, അതേ രൂപത്തിൽ തന്നെ അതുപോലെ തന്നെ ഞാനിപ്പോൾ ഒന്നാമത്തെ പാരഗ്രാഫ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ 3 പാരഗ്രാഫാണ് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ രണ്ടാമത്തെ പാരഗ്രാഫ് ചേർത്ത് കൊടുക്കാം. ഇതിന് നമ്മളൊരു ക്ലാസ് നെയിം ചേർത്ത് കൊടുക്കുന്നു. ക്ലാസ് B എന്നും ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്താണോ ടെക്സ്റ്റ് വേണ്ടത് അത് ചേർത്ത് കൊടുക്കാം. ടെക്സ്റ്റ് നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്ത രൂപത്തിൽ തന്നെ നമ്മൾ അതിന് രണ്ടാമത്തെ ടെക്സ്റ്റും ചേർത്ത് കൊടുത്തു. അതേപോലെ തന്നെ മൂന്നാമത്തെ പാരഗ്രാഫും നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. മൂന്നാമത്തെ പാരഗ്രാഫിന് നമ്മൾ ക്ലാസ് നെയിം കൊടുക്കുന്നത് C എന്നാണ്. അതിനുശേഷം നമുക്ക് അതിലേക്ക് എന്താണോ ടെക്സ്റ്റ് വേണ്ടത് ചേർത്ത് കൊടുക്കാം. 3നും ഞാൻ ഒരേ ടെക്സ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കിതിനെങ്ങനെ CSS ചേർത്ത് കൊടുക്കാം എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ വന്ന് സ്റ്റൈൽ എന്ന് ചേർത്തിട്ടുണ്ട്. നമ്മുടെ ടാഗിൻ്റെ പേരാണ് P. അതിനുശേഷം നമ്മൾ ക്ലാസ് നെയിം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ക്ലാസ്സിന് നമുക്ക് എങ്ങനെ ഒന്നാമത്തെ പാരഗ്രാഫിന് നമുക്ക് ബോർഡർ ഇമേജ് ചേർത്ത് കൊടുക്കുക എന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മളിവിടെ ബോർഡർ ഇമേജ് ചേർത്ത് കൊടുക്കുമ്പോൾ ആദ്യം തന്നെ ഒരു ബോർഡർ ഡിക്ലെയർ ചെയ്യണം. അപ്പോൾ ബോർഡർ എന്ന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ബോർഡറിൻ്റെ വിഡ്ത്ത് എത്രയാണോ വേണ്ടത് അത് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഞാൻ 10 പിക്സൽ ചേർത്ത് കൊടുത്തു. അതേപോലെ എത്ര ലൈൻസ് ആണോ വേണ്ടത് അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കുക. ഞാൻ സോളിഡ് എന്നും ചേർത്ത് കൊടുത്തു. അതേപോലെ തന്നെ അത് ഒന്നുകൂടി വ്യക്തമായി വരാൻ വേണ്ടി ഞാൻ ട്രാൻസ്പെറൻറ്റ് എന്നും ചേർത്ത് കൊടുത്തു. അപ്പോൾ ആദ്യം തന്നെ ബോർഡർ വിഡ്ത്ത്, പിന്നെ ഏത് ടൈപ്പ് ബോർഡർ ആണോ വേണ്ടത് അതും ചേർത്ത് കൊടുത്തു. അത് ഏത് രൂപത്തിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്യണം എന്നുള്ളതും ഇവിടെ ചേർത്ത് കൊടുത്തു. അതിനുശേഷമാണ് നമ്മളിങ്ങനെ ബോർഡറിന് ഏത് ഇമേജ് ആണോ നമുക്ക് വേണ്ടത് അത് ചേർത്ത് കൊടുക്കേണ്ട ടൂള്. അപ്പോൾ നമ്മളിവിടെ വന്ന് ബോർഡർ എന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം ബോർഡർ ഇമേജ് സോഴ്സ് എന്ന് ചേർത്ത് കൊടുക്കുക. ഏത് ഇമേജ് ആണോ നമുക്ക് ഇതിലേക്ക് ബോർഡറിനായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് അത് തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ് ബോർഡർ ഇമേജ് സോഴ്സ് എന്ന് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ URL എന്ന് എഴുതിയതിന് ശേഷം ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ നമുക്ക് ഏതാണ് ഇമേജ് ഇവിടെ ചേർത്ത് കൊടുക്കേണ്ടത് അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഇമേജിൻ്റെ പേര് img.jpeg എന്നാണ്. അപ്പോൾ img.jpeg എന്നും ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇത്രയാണ്. ഏതാണോ നമുക്ക് അവിടെ ഇമേജ് വേണ്ടത് അതാണ് നമ്മൾ ഇമേജ് സോഴ്സ് കൊണ്ട് അർത്ഥമാക്കുന്നത്. അതേപോലെ നമുക്ക് ബോർഡർ ഇമേജ് റിപ്പീറ്റ്, ഏത് രൂപത്തിലാണോ നമുക്ക് ബോർഡർ ഇമേജ് ചേർത്ത് കൊടുക്കേണ്ടത് അത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ബോർഡർ ഇമേജ് റിപ്പീറ്റ് എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമുക്കത് ബോർഡർ വീണ്ടും ആ ഇമേജ് റിപ്പീറ്റ് ചെയ്ത് വരാൻ നമുക്ക് റൗണ്ട് എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. റൗണ്ട് രൂപത്തിലായിട്ട് റിപ്പീറ്റ് ചെയ്ത് വരാൻ വേണ്ടിയാണ് നമ്മൾ ബോർഡർ ഇമേജ് റിപ്പീറ്റ് റൗണ്ട് എന്ന് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ബോർഡർ ഇമേജ് സ്ലൈസ്, എത്ര ഭാഗം എത്തുമ്പോഴാണോ നമുക്ക് ഈ ബോർഡർ മുറിച്ച് ഡിസ്പ്ലേ ചെയ്യേണ്ടത് അത് തീരുമാനിക്കാൻ വേണ്ടിയാണ് നമ്മൾ ബോർഡർ ഇമേജ് സ്ലൈസ് എന്ന് ചേർത്ത് കൊടുക്കുന്നത്. ഇമേജ് സ്ലൈസ്, അത് എത്ര പിക്സൽ കൂടുമ്പോഴാണോ നമുക്കത് സ്പ്ലിറ്റ് ചെയ്ത് വരേണ്ടത് അത് നമ്മൾ ചേർത്ത് കൊടുത്തു. നമ്മൾ 30 പിക്സൽ വരുമ്പോഴാണ് നമുക്കത് റിപ്പീറ്റ് ചെയ്ത് വരേണ്ടത്. അതേപോലെ ബോർഡർ ഇമേജ് വിഡ്ത്ത്, ബോർഡറിന് എത്ര വിഡ്ത്ത് വേണം എന്ന് തീരുമാനിക്കാനാണ് അടുത്തതായി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ബോർഡർ ഇമേജ്
വിഡ്ത്ത് എന്ന് ചേർത്ത് കൊടുത്തു. വിഡ്ത്ത് നമ്മൾ എന്ത് ചെയ്യണം, 10 പിക്സൽ എന്ന് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ 10 പിക്സൽ കൂടുമ്പോഴാണ് നമുക്ക് ഈ ഇമേജിൻ്റെ ബോർഡറിൻ്റെ വിഡ്ത്തായിട്ട് നമുക്ക് വരേണ്ടത്. ഇവിടെ നമുക്ക് അഡീഷണൽ ആയിട്ട് ഒന്നുകൂടി ചേർത്ത് കൊടുക്കുക, ഇതിന് പാഡിങ് കൂടി ചേർത്ത് കൊടുക്കുക. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് എത്രത്തോളം ഇമേജ് ഡിസ്പ്ലേ ചെയ്യണ്ടോ അത് നമുക്ക് കാണിച്ചു തരാം. ഞാൻ പാഡിങ് ഒരു 15 പിക്സൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ രൂപത്തിൽ നമ്മളിവിടെ ഇത് ഈ ബോർഡർ ഇമേജ് സ്ലൈസ് ചെയ്യുന്നത് 30 ആക്കി കൊടുത്താൽ നമുക്ക് ഈ ടെക്സ്റ്റിന് ചുറ്റും, അതായത് നമ്മൾ ആ കൊടുത്ത പാരഗ്രാഫിന് ചുറ്റും ഇതുപോലെ ഒരു ബോർഡർ, ഇമേജിലൊരു ബോർഡർ വന്നിട്ടുണ്ടാവും. ഓക്കെ, ഒന്നാമത്തെ എക്സാമ്പിൾ നമ്മൾ ചെയ്തു. ഇതേ രൂപത്തിൽ തന്നെ നമുക്ക് രണ്ടാമത്തതിന് ഒന്നുകൂടി തിക്നെസ് കൂട്ടി നമുക്ക് ചേർത്ത് കൊടുക്കാം. P.A, രണ്ടാമത്തെ ഇമേജ് B ആണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ B എന്ന് ചേർത്ത് കൊടുത്തു. ഇതേ ഭാഗം തന്നെ ഞാനിവിടെ കോപ്പി ചെയ്തിട്ട് ഇതിൻ്റെ താഴേക്കും ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ നേരത്തെ 10 കൊടുത്തത്, ഒന്നുകൂടി വലിപ്പം കൂട്ടാൻ വേണ്ടി ഞാനിതിന് 20 ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒന്നുകൂടി വലിപ്പം, ഇതിൻ്റെ ബോർഡർ ഒന്നുകൂടി നമുക്കിതുപോലെ കൂടി വരും. അതേപോലെ മൂന്നാമത്തതിനും നമുക്ക് ഇതേ രൂപത്തിൽ തന്നെ ചേർത്ത് കൊടുക്കാം. P.C എന്നാണ് ഞാൻ ഇതിനെ ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് നമ്മളിവിടെ വന്ന് കോപ്പി ചെയ്തു. ഇനി ഇതിലേക്ക് നമ്മളിവിടെ അറ്റ് ലാസ്റ്റിന് നമ്മൾ 30 ചേർത്ത് കൊടുക്കുന്നത്. ഒന്നുകൂടി നമുക്കിതിന് രൂപം കൂടി, വലിപ്പം കൂടി ഈ രൂപത്തിലായിരിക്കും നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരിക. അപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞത് എങ്ങനെ നമുക്ക് ബോർഡറിന് ഇമേജ് ചേർത്ത് കൊടുക്കാം എന്നതിനെ കുറിച്ചാണ്. ഇനി അടുത്തതായി നമ്മളിവിടെ പറയാം, അതായത് നമ്മൾ രണ്ട് ഇമേജ് എങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ചേർത്ത് കൊടുക്കാം എന്നതിനെ കുറിച്ചാണ് അടുത്തതായി പറയാൻ പോകുന്നത്. ഇതിന്റെ മുമ്പ് നമ്മൾ പറഞ്ഞത് എങ്ങനെ ബോർഡർ ഇമേജ് ചേർത്ത് കൊടുക്കാം എന്നതിനെ കുറിച്ചാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെ നമുക്ക് മൾട്ടി ബാക്ക്ഗ്രൗണ്ട്, രണ്ട് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് നമുക്ക് ഒരു ഒബ്ജക്റ്റിന് ചേർത്ത് കൊടുക്കാം എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് പ്രധാനമായിട്ടും വരേണ്ടത് ബാക്ക്ഗ്രൗണ്ട്, അതേപോലെ ബാക്ക്ഗ്രൗണ്ട് ക്ലിപ്പ്, അതേപോലെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ്, അതേപോലെ ബാക്ക്ഗ്രൗണ്ട് ഒറിജിൻ, അതേപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് സൈസ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്കതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. സാധാരണ നമ്മൾ ചെയ്യുന്ന രൂപത്തിൽ തന്നെ നമ്മളൊരു HTML വെച്ച് തുടങ്ങി. ഇനി അതിനുശേഷം നമ്മളിവിടെ വന്ന് സ്റ്റൈൽ എന്നും ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മളിവിടെ വന്നൊരു ഡിവ് ചേർത്ത് കൊടുത്തു. ഈ ഡിവിനാണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഡിവിന് ഒരു ക്ലാസ് നെയിം ചേർത്ത് കൊടുത്തു. ചോയ്സ് ആണ്, നമുക്ക് എന്താണോ വേണ്ടത് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇനി ഇതിലേക്ക് നമുക്ക് എന്തൊക്കെയാണോ വേണ്ടത് അതെല്ലാം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ആദ്യം തന്നെ നമുക്കിവിടെ വന്ന് ഇതിൻ്റെ ക്ലാസ് നെയിം എന്താണോ അത് നമുക്ക് ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ ക്ലാസ് നെയിം div.a. അതിനുശേഷം ഇവിടെ വന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഇവിടെ വന്ന് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ട് ഇമേജ്, അതിനുശേഷം ബാക്ക്ഗ്രൗണ്ട് ഇമേജ് നമ്മൾ സാധാരണ കൊടുക്കുന്ന URL എന്ന് തന്നെ ചേർത്ത് കൊടുക്കുക. ഇതിൽ നമ്മൾ 2 ബാക്ക്ഗ്രൗണ്ട് ഇമേജാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് നമ്മളിവിടെ വന്ന് img എന്ന ബാക്ക്ഗ്രൗണ്ട് ഇമേജാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. img.jpeg എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഒരു കോമ ഇട്ടതിന് ശേഷം നമുക്ക് രണ്ടാമത്തെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഏതാണോ അത് നമുക്ക് ഇവിടെ ചേർത്ത് കൊടുക്കാം. URL ഞാൻ രണ്ടാമത്തെ ഒരു പിക്ചർ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. img1.jpeg എന്നാണ്, അതുകൂടി നമ്മളിവിടെ ഇമേജ് ആയിട്ട് ചേർത്ത് കൊടുത്തു. അപ്പോൾ നമുക്കിതിലേക്ക് 2 ഇമേജ് ചേർത്ത് കൊടുക്കാൻ ആ 2 ഇമേജ് നമ്മളിവിടെ അപ്ലൈ ചെയ്ത് കൊടുത്തു. അതിനുശേഷം ബാക്ക്ഗ്രൗണ്ട് പൊസിഷൻ, ഏത് രൂപത്തിലാണോ നമുക്ക് ഈ ഇമേജ് ഡിസ്പ്ലേ ചെയ്യേണ്ടത് അത് തീരുമാനിക്കാൻ വേണ്ടിയാണ് ബാക്ക്ഗ്രൗണ്ട് പൊസിഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് പൊസിഷൻ എന്ന് ചേർത്ത് കൊടുക്കുക. അത് ഏത് രൂപത്തിലാണോ വരേണ്ടത് നമുക്ക് ചേർത്ത് കൊടുക്കുക. ലെഫ്റ്റ് ടു ടോപ്പ്, അതേപോലെ ലെഫ്റ്റ് ടു ടോപ്പ്, രണ്ടും ഇമേജും എങ്ങനെ വരണം എന്ന് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഓക്കെ, അതിനുശേഷം നമുക്കിവിടെ വന്ന് ബാക്ക്ഗ്രൗണ്ട് റിപ്പീറ്റ്, ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് വരണോ നോ റിപ്പീറ്റ്, ഏത് രൂപത്തിലാണോ വരേണ്ടത് അതുകൂടി നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് റിപ്പീറ്റ്, ആദ്യത്തെ ഇമേജ് നമ്മളിവിടെ വന്ന് നോ റിപ്പീറ്റ് എന്നാണ് ചേർത്ത് കൊടുക്കുന്നത്. രണ്ടാമത്തെ ഇമേജ് നമുക്ക് റിപ്പീറ്റ് എന്നും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കോമയിട്ടതിന് ശേഷം നമ്മളിവിടെ വന്ന് റിപ്പീറ്റ് എന്നും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ പാഡിങ്, എത്ര രൂപത്തിലാണ് ഇതിൻ്റെ പാഡിങ് വരേണ്ടത് അതുകൂടി നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. പാഡിങ് നമ്മളിവിടെ വന്ന് ഒരു 75 പിക്സലാണ് പാഡിങ് ചേർത്ത് കൊടുക്കുന്നത്. px ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് റണ്ണ് ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് ഈ രൂപത്തിലായിട്ടായിരിക്കും നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരിക. നമ്മളിതിൽ 2 ഇമേജ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട്, ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്തെങ്കിലും ടെക്സ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. h1 എന്ന് ചേർത്തു. എന്താണോ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ടെക്സ്റ്റ് വേണ്ടത് അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം.
അപ്പോൾ നമുക്ക് ഒരു ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ നമുക്ക് 2 ഇമേജ് വന്നതായിട്ട് കാണിച്ചു തരും. ആദ്യത്തെ ഇമേജും അതേപോലെ രണ്ടാമത്തെ ഇമേജും. ഇതിൽ ആദ്യത്തെ ഇമേജ് നമുക്ക് ഒരു വട്ടം മാത്രമാണ് ഡിസ്പ്ലേ ചെയ്തു വരുന്നത്, കാരണം അത് നമ്മൾ നോ റിപ്പീറ്റ് എന്നാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. രണ്ടാമത്തെ ഇമേജ് നമുക്ക് ഒന്നിലധികം തവണ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്, കാരണം അത് റിപ്പീറ്റ് എന്ന ഒബ്ജക്റ്റ് ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 2 കാര്യങ്ങളാണ് പറഞ്ഞത്. എങ്ങനെ നമുക്ക് ബോർഡർ ഇമേജ് ചേർത്ത് കൊടുക്കാമെന്നും എങ്ങനെ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിലേക്ക് 2 ഇമേജ് നമുക്ക് ഒരേ സമയം ചേർത്ത് കൊടുക്കാം എന്നതിനെ കുറിച്ചാണ്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.